എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് നടന്ന തീപാറും പോരാട്ടത്തിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇതോടെ ചാമ്പ്യൻസ് ട്രോഫി പോയിന്റ് ടേബിളിൽ അടിമുടി മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യയ്ക്ക് സന്തോഷവാർത്ത തന്നെയാണ് പുറത്തുവന്നിരിക്കുന്നത്. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഏറ്റവും പുതിയ പോയിന്റ് ടേബിൾ അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പാകിസ്ഥാനെതിരെ 6 വിക്കറ്റിന്റെ മികച്ച വിജയമാണ് ഇന്ത്യ ഇന്ന് സ്വന്തമാക്കിയത്. 7 ഓവർ ബാക്കി നിൽക്കവെയാണ് ഇന്ത്യയുടെ വിജയം. ഇന്നത്തെ വിജയത്തോടെ ഇന്ത്യ സെമി ഉറപ്പിച്ചു. ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ 8 ടീമുകളാണ് കളിക്കുന്നത്. 4 ടീമുകൾ വീതം 2 ഗ്രൂപ്പായി തിരിഞ്ഞാണ് കളിക്കുന്നത്. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ ന്യൂസിലൻഡ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവരാണ്. ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ. ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട്, അഫ്ഗാനിസ്ഥാൻ. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നിലവിലെ പോയിന്റ് ടേബിൾ നോക്കിയാൽ ഗ്രൂപ്പ് ബിയിൽ ആദ്യ കളി തന്നെ ജയിച്ച് 2 പോയിന്റുമായി ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും ആണ് മുൻപന്തിയിൽ. സൗത്ത് ആഫ്രിക്ക 1-ാം സ്ഥാനത്തും ഓസ്ട്രേലിയ 2-ാം സ്ഥാനത്തും തുടരുന്നു. ഇംഗ്ലണ്ടിനും അഫ്ഗാനിസ്ഥാനും ഇതുവരെ പോയിന്റ് ഒന്നും തന്നെ നേടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടുതന്നെ ഗ്രൂപ്പ് ബിയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും സെമിയിലേക്ക് ക്വാളിഫൈ ആവാനാണ് സാധ്യത. പക്ഷേ ഇത് ക്രിക്കറ്റ് ആണ്, എപ്പോൾ വേണമെങ്കിലും അട്ടിമറി നടക്കാം. പ്രത്യേകിച്ച് ഇംഗ്ലണ്ട്, അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകൾ. മികച്ച പ്ലേയേഴ്സ് അവർക്കുണ്ട്. അതുകൊണ്ടുതന്നെ ആരാകും ഒഫീഷ്യലായി സെമിയിലേക്ക് കടക്കുക എന്നത് നോക്കി തന്നെ കാണേണ്ടിവരും. ഇനി ഇന്ത്യയുടെ ഗ്രൂപ്പിലേക്ക് വന്നാൽ ഇന്നത്തെ വിജയത്തോടെ ഇന്ത്യ സെമിഫൈനൽ ഉറപ്പിച്ചു. 2 കളിയിൽ നിന്നും 2 മത്സരവും തോറ്റ പാകിസ്ഥാൻ ഈ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ഏറ്റവും അവസാന സ്ഥാനത്താണ് പാകിസ്ഥാൻ നിലകൊള്ളുന്നത്. ഇന്ത്യയോട് ആദ്യ കളി തോറ്റ ബംഗ്ലാദേശ് ആണ് 3-ാം സ്ഥാനത്ത്. ആദ്യ കളി തന്നെ പാകിസ്ഥാനെ തോൽപ്പിച്ച ന്യൂസിലൻഡ് ഇന്ത്യക്ക് തൊട്ട് പിന്നാലെ തന്നെ 2-ാം സ്ഥാനത്തുണ്ട്. അവർക്ക് ഒരു കളിയിൽ നിന്നും 2 പോയിന്റ് നേടാൻ സാധിച്ചിട്ടുണ്ട്. നാളെയാണ് ന്യൂസിലൻഡിന്റെ അടുത്ത മത്സരം. അതിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാൽ അവർക്കും 4 പോയിന്റ് നേടി ഇന്ത്യക്കൊപ്പം എത്താം. എന്നാൽ ഇനി ഇന്ത്യയുടെ കാര്യം പരിശോധിച്ചാൽ ആദ്യ കളി ബംഗ്ലാദേശിനെയും 2-ാം മത്സരം പാകിസ്ഥാനെയും തോൽപ്പിച്ചതോടെ 2 കളിയിൽ നിന്നും 4 പോയിന്റുമായി ഇന്ത്യ ആദ്യത്തെ ടീമായി സെമി ഫൈനലിലേക്ക് കടന്നു. ഇന്നത്തെ ഇന്ത്യയുടെ മിന്നും വിജയം ഇന്ത്യൻ ആരാധകർക്ക് വലിയ സന്തോഷം നൽകിയിട്ടുണ്ട്. ഇന്ത്യ മികച്ച ഫോമിലാണ് ഇപ്പോൾ കളിക്കുന്നത്. വരാനിരിക്കുന്ന ന്യൂസിലൻഡിനെ എതിരെയുള്ള മത്സരത്തിലും സെമിഫൈനൽ മത്സരത്തിലും ഇതേ പ്രകടനം കാഴ്ചവെച്ചാൽ കപ്പ് ഇന്ത്യ തന്നെ കൊണ്ടുപോകും എന്നത് ഉറപ്പാണ്. ബാറ്റിംഗിലും ബൌളിംഗിലും ഇന്ത്യ തീപ്പൊരി പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ അട്ടിമറിക്കും എന്ന് ആരും തന്നെ കരുതിയില്ല. ആതിഥേയരായ പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യക്ക് മുന്നിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. എന്തായാലും പാകിസ്ഥാൻ ഒഫീഷ്യലായി ടൂർണമെന്റിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ എത്തുന്ന 4 ടീമുകളെ നിങ്ങൾക്കും പ്രെഡിക്റ്റ് ചെയ്യാം. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.